ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പയിൽ ഊറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരിയിൽ നിന്ന് പകുതി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിച്ചെടുത്ത് ചൂടാറ്റി എടുത്തിട്ടുള്ള ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അരിയുടെ ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ജാർ അടച്ച് വെച്ചിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ചെറുതായിട്ടൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ശർക്കര പാനിയിൽ അരച്ചെടുക്കുമ്പോൾ എന്തായാലും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു തരി നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണം, എന്നാലുള്ള ഉണ്ണിയപ്പം നന്നായിട്ട് പൊങ്ങി വരിക. ഇനി നമുക്കിതിലേക്ക് 2 ചെറുപഴം വേണം. അത് നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചെറുപഴം ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഉപ്പും പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാവ് അധികം ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് മാവ് അടച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയമില്ലെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും മാവ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതുപോലൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഓരോ കുഴിയിലേക്കും ഇതുപോലെ നിറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ അപ്പം ഒന്ന് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നാലുള്ളൂ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.